നമസ്കാരം. കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആര്യ ബാബു റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആര്യ ബാബുവിൻ്റെ സ്ഥാപനമായിട്ടുള്ള കാഞ്ചീവരം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കാം. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം തോന്നി. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെപ്പോലുള്ള ആളുകൾ നിരവധിയായിട്ട് ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചതികളിൽ പോയി വീഴാതിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾക്ക് മെയിലാണ് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ആവുന്നത്. മെയ് 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഒരു കസ്റ്റമർ ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക്, അതായത് ഇങ്ങനെ കാശ് ഞങ്ങളുടേത് പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഫോണ് കിട്ടുന്നില്ല, നിങ്ങൾ ബ്ലോക്ക് ചെയ്തു, ആരും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴാണ് അങ്ങനെ ഇവിടെ സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരോട് സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു, ഓർഡർ പ്ലേസ് ചെയ്തതിൻ്റെ. അങ്ങനെ അവർ സ്ക്രീൻഷോട്ട് അയച്ചപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ തന്നെ വീഡിയോ ആണ്. അതൊരു എനിക്ക് തോന്നുന്നു 3 വർഷം മുമ്പ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു പഴയ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ. ആ വീഡിയോ ആണ് റീഷെയർ ചെയ്തിരിക്കുന്നത്. പേജിൻ്റെ പേര് ഞങ്ങളുടെ പേര് തന്നെ, കാഞ്ചീവരം. ലോഗോ ഞങ്ങളുടെ ലോഗോ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അത് ലോഗോ ആയിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് ആ പേജിനൊരു 200-300 ഫോളോവേഴ്സ് അന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആ പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാരിയുടെ ഒറിജിനൽ കോസ്റ്റ് വേറെയാണ്. അപ്പം ഈ സാരിക്ക് അവരിട്ടിരിക്കുന്നത് 1800 എന്നുള്ള ഒരു കോസ്റ്റ് ഇട്ടിട്ട് അവർ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഞാൻ എല്ലാ വീഡിയോയും തുടങ്ങുമ്പോൾ പറയുന്നത് ഹലോ വെൽക്കം ടു കാഞ്ചീവരം.in എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വീഡിയോയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവർ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോർഷൻ കട്ട് ചെയ്ത് കളയും. ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഈ സാരി പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷൻ മാത്രം പോസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോയിൽ തന്നെ ഇത്ര രൂപ എന്നുള്ളത് അവർ എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ഇവർ ഓർഡർ പ്ലേസ് ചെയ്യുകയും, അപ്പോൾ അത് ബേസിക്കലി സ്കാമാണ്. ബിക്കോസ് ഞങ്ങളല്ല അത്. അപ്പോൾ ഇവരൊരു QR കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ QR കോഡിലേക്ക് ഇവർ പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നപ്പോൾ അതിലൊരു വേറെന്തോ ഒരു പേരാണ്, ലോക്കേഷോ അങ്ങനെ എന്തോ ഒരു പേരിലാണ് ഇവർ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഈ കസ്റ്റമറിനോട് പറഞ്ഞു, ഇത് ഞങ്ങളുടേതല്ല, പ്രോഡക്റ്റ് അതായത് ഈ വീഡിയോ ഞങ്ങളുടേതാണ്. ഈ വീഡിയോ ഞങ്ങൾ 3 വർഷം മുമ്പ് ഞങ്ങളുടെ പേജിലിട്ട വീഡിയോ ആണ്. പക്ഷേ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല, ഇത് ഞങ്ങളുടെ പേജും അല്ല, ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഇതല്ല, ഞങ്ങളുടെ പേയ്മെൻറ്റ് മേടിക്കുന്ന QR ഇതല്ല. അപ്പോൾ ഇത് നിങ്ങളെ പറ്റിച്ചതാണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ അതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് തന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു പേജ്, ആ പേജിൻ്റെ ലിങ്ക് അവർ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു പേജ് ഉണ്ട്, ആ പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ ആ പേജ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഞങ്ങളുടെ 3 years മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ഫോർമാറ്റാണ്. അതിൽ പട്ടുസാരികളുടെ വീഡിയോ വരെ അവരെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പട്ടുസാരികളെല്ലാം അവർ 2000 രൂപ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാണുന്നവരെന്താ, അവർക്ക് ഇതൊന്നും, അവർ നോക്കുമ്പോൾ അയ്യോ ആര്യ ദേ വീഡിയോയിൽ സാരിയും പിടിച്ച് വന്ന് നിൽക്കുന്നു, ആര്യയുടെ സാരി 2000 രൂപ, അപ്പം തന്നെ അവർ ചാടി വീണ് 2000 രൂപ കൊടുക്കുക. അങ്ങനെ ആണ് ഇതിൽ ആൾക്കാർ പെട്ടുപോകുന്നത്. അപ്പോൾ ആര്യ പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഈ ആര്യയുടെ സ്ഥാപനമായിട്ടുള്ള കാഞ്ചീവരത്തിൽ നിന്നൊക്കെ ഈ 2000 രൂപയ്ക്കൊക്കെ സാരി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് ലക്കല്ലേ? ഈ ഒരു ലക്ക് കണ്ടിട്ടാവണം ആളുകൾ ചാടി കയറി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിലാണ് ആളുകൾ പെട്ടുപോയിട്ടുള്ളത്. എത്ര സ്കാം വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. എന്നാലും ഇതേപോലുള്ള സ്കാമുകളിലൊക്കെ പോയി പെടാനാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് യോഗം. ഇതിപ്പോ കേരളത്തിൽ നിന്നുള്ളൊരു ന്യൂസാണ്. ഇനി തമിഴ്നാട്, കർണാടക, ഇങ്ങനെ എത്ര സംസ്ഥാനങ്ങൾ കിടക്കുന്നു. അവിടെയൊക്കെ ഈ പന്നന്മാര് ഇതേപോലുള്ള സ്കാമുകൾ നടത്തുന്നുണ്ടാവും. ആരറിയുന്നില്ലേ? ഒരു ദിവസം എത്ര രൂപയുടെ സ്കാമുമാർ നടത്തുന്നുണ്ടാവും, ആർക്കറിയാം? ഇപ്പോൾ ഈ ഒരു സ്കാമിൽ ആര്യയുടെ വീഡിയോ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആര്യ ഒരു നോൺ ഫേസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ്. ആ സ്ഥാപനത്തിന്റെ ലോഗോ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആരായാലും വിശ്വസിച്ചു പോകും ഇത് ആര്യയുടെ സ്ഥാപനത്തിൽ നിന്നും കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ആരും വിശ്വസിച്ചു പോകും. അത്തരത്തിലാണ് ഈ സ്കാം നടത്തുന്ന നാറുകൾ ആളുകളെ വിശ്വസിപ്പിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരം സ്കാമുകളിൽ പെടാതിരിക്കുക, അത്ര പറയുന്നുള്ളൂ. ഇപ്പോൾ ആര്യ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ QR കോഡ് എന്ന് പറഞ്ഞത്, ആ ഒരു QR കോഡ് പരിശോധിച്ചപ്പോൾ
ലോകേഷ് എന്ന് പറയുന്ന, ലോകേഷോ അങ്ങനെ ഒരു പേരിലാണ് QR കോഡിൻ്റെ പേര് കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സെലിബ്രിറ്റിയുടെ QR കോഡൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ആര്യാബാബുവിൻ്റെ പേരിലായിരിക്കണം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കണം. ഇത് രണ്ടുമല്ല, ഇതൊരു മൂന്നാമത്, അതൊരു ബംഗാളി പേരൊക്കെ കേൾക്കുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ബാക്കി കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും ചെറിയ പൈസയ്ക്ക് ഈ സാരി കിട്ടുമെന്ന് പറയുമ്പോൾ അതിൽ വീണു പോകുന്ന ഒരുപാട്, അത് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് കൂടി ഉണ്ട്. ഇതിന്റെ ഒരു നമുക്ക് തന്നെ, ഞങ്ങൾ തന്നെ ഷോക്കായി പോയ കാര്യം അതാണ്. ഞങ്ങൾ വിചാരിച്ചു ഇത് ഇപ്പം സാധാരണ ഇപ്പം പറഞ്ഞ പോലെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് കൂടുതൽ ചിന്തിക്കില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല. ഡോക്ടേഴ്സ്, വക്കീലന്മാർ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഫീമെയിൽ ബാങ്ക് മാനേജേഴ്സ്, ഒരു ജഡ്ജി ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൈസ പോയി നിങ്ങളുടെ പേജാണെന്ന് വിചാരിച്ച് പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സ്കൂൾ പ്രിൻസിപ്പൽസ്, ഇവരൊക്കെയാണ് ഇതിൽ പെട്ടിരിക്കണേ. അപ്പം ഇതിൽ സാധാരണക്കാരെന്നോ മറ്റൊന്നും ഇല്ല, അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കേസിൽ ചെറിയ പൈസ കണ്ടു, ചാടി വീണു. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ്, അയ്യോ ആര്യ നിങ്ങളുടെ ഫേസ് അല്ലേ വരുന്നത് എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫേസാണോ വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാനല്ലേ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ഞാനാണ് സെല് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു നോൺ ഫേസ് ആയിപ്പോയി. അതുപോലെ എനിക്കിപ്പോൾ ഈ എൻ്റെ ബ്രാൻഡിന് കിട്ടിയ പണി പോലെ പലർക്കും കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ കൂടെയുള്ള, ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള കുറേ ബ്രാൻഡുകൾക്ക് ഈ സെയിം ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അവരും. അപ്പോൾ വീട്ടമ്മമാരോ സാധാരണക്കാരോ മാത്രമല്ല ഈ ഒരു സ്കാമിൽ പെട്ടുപോയിട്ടുള്ളത്. ജഡ്ജി, ഡോക്ടർ, പ്രിൻസിപ്പള്, ഇവരൊക്കെ ഈ ഒരു സ്കാമിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ മാത്രം എയിം ചെയ്തിട്ടുള്ള ഒരു സ്കാമല്ല, എല്ലാവർക്കും എതിരെയുള്ള ഒരു സ്കാം തന്നെയാണ് ഈ നടന്നിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു ആഡ് കണ്ടപ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ ജെന്യൂനിറ്റി ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. ഈ പറഞ്ഞ പൊട്ടന്മാരുടെ അടുത്ത് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു ഇത് എത്രത്തോളം ജെന്യൂനിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോകാനുള്ളതൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഇതിപ്പം ആര്യയുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വന്നിട്ട് നമ്മളോടിപ്പം, നമ്മളതേ ചോദിക്കുന്നുള്ളൂ. എൻ്റെ വീഡിയോസാണ്, പക്ഷേ അതവർ മിസ്യൂസ് ചെയ്യുന്നതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, ലൈക്ക് ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ QR കോഡിൽ വരുന്ന പേരെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇതെല്ലാം ഹിന്ദി പേരുകളാണ്. യാദവ്, ലോകേഷ്, ഇങ്ങനെയുള്ള പേരുകളാണ് ഇവരുടെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വരുന്നത്. അത് തന്നെയാണ് ഞാനും പറയണത്. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ പേര് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ലയോ? ഇവരൊക്കെ GST അടയ്ക്കുന്ന സ്ഥാപനമൊക്കെ. അപ്പം എന്തായാലും ആ ഒരു പേരിലല്ലേ എന്തായാലും QR കോഡ് ഉണ്ടാവത്തുള്ളൂ. മൂന്നാമതൊരാളുടെ പേരിൽ QR കോഡ് വരുമ്പോൾ എന്തായാലും സാധാരണക്കാരെ വീട്ടമ്മമാരെ പോട്ടെ എന്ന് വിചാരിക്കാം. പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല? അതാണ് ഇതിനൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ എന്താ പറയണത്, ബാക്കി കൂടെ ഒന്ന് കേട്ടോട്ടെ. യെസ് അതായത് ഞങ്ങൾക്കിത് എല്ലാവരും ഇതിൽ പെട്ടുപോയിട്ടുള്ള മിക്കവാറും ആൾക്കാർ ഞങ്ങൾക്ക് ഇവർ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് ഞങ്ങൾ, അപ്പം അതിലൊരു ബാങ്ക് അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു റീജിയണൽ, ഒരു നാഷണൽ ഹെഡ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ. അപ്പം മാഡം വഴി ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇത് ആ അക്കൗണ്ട് ഇരിക്കുന്നത് ഒരു സ്ഥലത്ത്, പക്ഷേ ആ അക്കൗണ്ട് ഹോൾഡർ ആക്ച്വലി വേറൊരു സ്ഥലത്തുള്ള ആളാണ്. അയാളുടെ പേരിൽ വേറെ ഏതോ ഒരു ബ്രാഞ്ചിൽ ഏതോ ഒരു സ്ഥലത്താണ് ഈ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അയാൾക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളത് അറിയത്ത് പോലുമില്ല. അയാളൊരു കർഷകനാണ്, നല്ല പ്രായം ചെന്ന ഒരു കർഷകനാണ്, ഹിന്ദിക്കാരനാണ്, സംവേർ ബീഹാർ സൈഡിൽ ഉൾപ്രദേശത്തുള്ള ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് അറിയത്ത് പോലുമില്ല. ആളുടെ പേരിലാണ് ഈ അക്കൗണ്ട്. പക്ഷേ ആ അക്കൗണ്ടിലേക്ക് ആ ആഴ്ച, ആ ഒരു 3 ദിവസം കൊണ്ട് വന്നിരിക്കുന്നത് 45,000 രൂപയായിരുന്നു. ആ പൈസ 3 ദിവസം കൊണ്ട് അത് ഫുള്ള് വിഡ്രോയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ അക്കൗണ്ട് 0 ബാലൻസിലാണ്. ഇനി അതിലേക്ക് പുതിയതായിട്ട് പേയ്മെൻറ്റ്സ് വരണം. സോ ദിസ് ഇസ് ഹൗ ദേ ഓപ്പറേറ്റ്. ഇങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബാങ്ക് അക്കൗണ്ട്സ് എടുത്തിരിക്കുന്നത് ഇവരുടെ സ്വന്തം പേരിലല്ല, ആരുടെയൊക്കെയോ പേരിലാണ്. ഈ എടുത്തിരിക്കുന്ന പേരുകൾ ജീവനോടുള്ള ആൾക്കാരുടെ ആണോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു വലിയ സ്കാം ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ അവെയറായിട്ടിരിക്കുക,
അല്ലെങ്കിൽ കുറേ പേർക്ക് ഒത്തിരി കാശ് പോയിട്ടുണ്ട്, അവർ കുറേ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ അവർ ലക്ഷങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരൊറ്റ സ്കാമിന്ന്. ഏതെങ്കിലും പാവങ്ങളെ ഈ ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എഴുത്തും വായന അറിയാത്ത ഏതെങ്കിലും പാവങ്ങളെയൊക്കെ പിടിച്ച് ഓരോ അക്കൗണ്ടിലൊക്കെ ചേർത്ത്, എന്തായാലും ഈ സ്കാം നടത്തണവന്മാർ എന്തായാലും ചില്ലറക്കാരൊന്നും ആവില്ല. ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഗുണ്ടകളും ഗുണ്ടികളൊക്കെ ആയിരിക്കും ഈ ഒരു സ്കാം നടത്തി വരുന്നത്. അപ്പോൾ ഈ പാവങ്ങളെയൊക്കെ പേടിപ്പിച്ച് എന്തെങ്കിലും ഒപ്പിട്ടൊക്കെ മേടിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ നിസ്സാരം വല്ല 1000 രൂപ കൊടുത്തപ്പോൾ ചിലപ്പോൾ ഒരു അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഉള്ള ആളുകൾ അത്രയ്ക്ക് ദാരിദ്ര്യത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് അവിടെ ജീവിക്കുന്നത്. അവരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ ചിലപ്പോൾ പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം വല്ലതൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഒപ്പിൻ്റെ പേരിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ നടത്തുന്നുള്ളത് ആ കർഷകന് പോലും അറിയാൻ പറ്റില്ല. കർഷകൻ ചിലപ്പോൾ ബോധം കെട്ടുണ്ടാവും 45,000 എന്നൊക്കെ കേട്ടപ്പോൾ. ഇത്തരം സ്കാമുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ സിസ്റ്റം ശരിയല്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം സ്കാമുകളൊക്കെ വീണ്ടും കൂടി വരുന്നത്. ഇത് 1-2 കാര്യങ്ങളൊന്നുമല്ല ഇപ്പം നടക്കുന്നത്. ഒരുപാട് സ്കാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സിസ്റ്റം ശരിയല്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ്. നിയമം പൊളിച്ചടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം വീഡിയോസോ കാര്യങ്ങളോ ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ജെന്യൂനിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുക. ഇത്ര പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.